ഹായ് എവരിവൺ, ഞാൻ പ്രിയങ്ക. CMA എക്സാം അടുക്കുകയായി. ഇനി വെറും 30 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ നമുക്ക് എങ്ങനെ CMAയിൽ മികച്ച റിസൾട്ട് നേടാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹോണസ്റ്റ് ആൻഡ് പ്രാക്ടിക്കൽ അഡ്വൈസ് ആയിരിക്കും ഇത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം അവോയ്ഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു പ്ലാൻ ആണ് ഇതിലുള്ളത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി എനിക്ക് ഈ സ്ട്രാറ്റജികൾ വളരെ സഹായകമായിരുന്നു. ഞാൻ പഠിച്ച പാഠങ്ങളും എൻ്റെ അനുഭവങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യത്തേത് എൻ്റെ എക്സാം എക്സ്പീരിയൻസ് ആണ്. നമുക്കറിയാം, CMA പുതിയ ആശയങ്ങളും പുതിയ പരീക്ഷാ പാറ്റേണുകളും CMA എക്സാമിനെ വളരെ എളുപ്പമാക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ അനുഭവം വെച്ചിട്ട് ഈ അവസാന 30 ദിവസത്തെ ഒരുക്കത്തിൽ പഠിക്കുവാനായി നിരവധി പാഠങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഒരുപാട് പോർഷൻസ് കവർ ചെയ്യുക, കൂടുതൽ വായിക്കുക, അതിനോടൊപ്പം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നതായിരുന്നു. എന്നാൽ ഈ അവസാന 30 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ആ പഠനത്തിന്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചോദ്യം ചെയ്യുക തന്നെ വേണം. നല്ല റിവിഷൻ ആവശ്യമാണ്, മോക്ക് ടെസ്റ്റ് വേണം. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ടൈം സെറ്റ് ചെയ്തിട്ട് വേണം ഇതെല്ലാം പഠിക്കാനായിട്ട്. ഇതിന് നമുക്ക് ലഭിക്കുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് വളരെ കുറവും കവർ ചെയ്യാനുള്ള പോർഷൻസ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റിവിഷനും മോക്ക് ടെസ്റ്റും ടൈം ലൈൻ സെറ്റ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, വൈ ഐ കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് യൂസിങ് സോഷ്യൽ മീഡിയ. ഒരു പക്ഷേ നിങ്ങൾക്ക് എത്രയോ സമയം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നഷ്ടപ്പെടുന്നു. ആദ്യ ദിവസം തന്നെ ഞാൻ അവിടെ പോകുന്നതിന്റെ കാര്യം ചിന്തിച്ചു, എല്ലാത്തിനും സമയം കണ്ടെത്തി. അതിനാൽ പരീക്ഷയ്ക്ക് 1 മാസം മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. പഠനത്തിന് മാത്രമേ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പഠനത്തിനും എനിക്ക് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനും ഇത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. മൂന്നാമത്തെ കാര്യം, പവർ ഓഫ് ഡെയിലി റിവിഷൻ ആൻഡ് ഹൗ ടു മാനേജ് ഇറ്റ്. നിരന്തരമായിട്ടുള്ള റിവിഷൻ പഠനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. നിങ്ങൾ 10 മണിക്കൂർ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമെങ്കിൽ അതിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഒരു 30-40 മിനിറ്റിന്റെ സ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ അത് റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. പുസ്തകത്തിലെ അനിവാര്യമായിട്ടുള്ള പോയിന്റ്സ്, ഫോർമുലാസ്, കേസ് സ്റ്റഡീസ് എല്ലാം നിങ്ങൾ റിവൈസ് ചെയ്യണം. എല്ലാ ദിവസവും 2-3 മണിക്കൂറെങ്കിലും നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് റിവിഷന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയേ പറ്റൂ. നാലാമത്തെ കാര്യം, ഹൗ ഐ യൂസ്ഡ് മോക്ക് ടെസ്റ്റ് ഇഫക്റ്റീവ്ലി. മോക്ക് ടെസ്റ്റ് നമുക്ക് വളരെ പരിമിതമായ സമയമേ ബാക്കിയുള്ളൂ. പക്ഷേ ഈ ടെസ്റ്റ് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരീക്ഷയിൽ നല്ല വിജയം ഉറപ്പുവരുത്താനായിട്ട് പറ്റും. സമയം കുറവായാലും നമ്മൾ ഈ പറയുന്ന 2-3 ദിവസം പ്ലാൻ ചെയ്ത് എക്സാം പാറ്റേൺ അനുസരിച്ച് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. ഓരോ ആൻസർ ഷീറ്റിനും ഇവാലുവേഷൻ ലഭിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ മോക്ക് ടെസ്റ്റ് നമ്മളെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ടൈം ബ്ലോക്കിംഗ് അല്ലെങ്കിൽ സബ്ജക്ട് വൈസ് പ്ലാനിങ്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പഠനം. 30 ദിവസങ്ങൾക്ക് മുൻപ് ടൈം ബ്ലോക്കിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഒരു പെർട്ടിക്കുലർ ടൈം അലോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അക്കൗണ്ടൻസി, കോസ്റ്റിംഗ്, ടാക്സ് അങ്ങനെയുള്ള പ്രോബ്ലം സബ്ജക്ട്സിനെല്ലാം ഒരു ദിവസം മിനിമം 2-3 മണിക്കൂറെങ്കിലും നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈവനിങ് എല്ലാം നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ ഈ ഓരോ 2-3 മണിക്കൂർ പഠനത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും പഠനം കണ്ടിന്യൂ ചെയ്യാം. ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് റിവിഷൻസ് ചെയ്യാവുന്നതാണ്. ആറാമത്തെ കാര്യം, ഹൗ ടു ഡീൽ വിത്ത് സ്ട്രെസ് ആൻഡ് സെൽഫ് ഡൗട്ട് ഇൻ ദ ലാസ്റ്റ് മന്ത്. നമുക്ക് അവസാന നിമിഷത്തെ സ്ട്രെസ്സും സെൽഫ് ഡൗട്ടും ഒരുപാടുണ്ടാവും. അത് മനസ്സിൽ നിന്ന് എടുത്തു മാറ്റുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് നന്നായിട്ടൊന്ന് റിലാക്സ് ആക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, നമുക്ക് മാക്സിമം എനർജി സേവ് ചെയ്യാനായിട്ട് നോക്കുക, ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക, ഔട്ട്ഡോർ വാക്ക് പോവുക, നല്ല രീതിയിലുള്ള ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരിക. ഇതെല്ലാം നമുക്ക് ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ആൻഡ് 7th one is tip to create a distraction free study routine. നിങ്ങളുടെ പഠന രീതിയുടെ ഗുണം മാത്രമല്ല, നിങ്ങളുടെ പഠന മേഖലയും വളരെ പ്രധാനമാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ പഠനമുറിയിൽ ഫോൺ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന ഒരു ഉപകരണങ്ങളോ അതിൽ ഉൾപ്പെടുത്താനായിട്ട് പാടില്ല. ഇന്റർനെറ്റ് കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യാൻ നോക്കാൻ.
അതേപോലെ ക്ലീൻ സ്പേസിൽ പ്രോപ്പർ ലൈറ്റിങ്ങോട് കൂടിയിട്ട് സ്റ്റഡി ടേബിളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ആ ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ ബെറ്റർ ആകുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു മൈൻഡ് സെറ്റും അവിടെ ക്രിയേറ്റ് ആവും. സോ ഫ്രണ്ട്സ്, ഇനിയുള്ള 30 ദിവസം നിങ്ങൾ മാക്സിമം പഠിക്കാനായിട്ട് നോക്കുക. ഈ പറയുന്ന സ്ട്രാറ്റജീസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇതൊരു പ്രാക്ടിക്കൽ ഗൈഡൻസ് മാത്രമാണ്. നിങ്ങൾ CMA ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ് ഓർ ഫൈനൽ ലെവൽ എഴുതുന്നവരാണെന്നുണ്ടെങ്കിലും ഈ സ്ട്രാറ്റജീസ് നിങ്ങളുടെ പഠന മേഖലയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.